എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ വീഡിയോ ഇന്ന് ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പണിയെടുക്കുന്ന വെച്ചാൽ ഇന്ന് KSEBിൽ കോൺടാക്ട് എടുത്ത് ആ കോൺടാക്ടിനോട് പണിയെടുക്കുന്നത്. അതായത് പണി എന്തെന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. ഇതാണ് ഞങ്ങളുടെ വണ്ടി, ഇത് ഞങ്ങളുടെ കമ്പനി വണ്ടിയാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ പൊറോട്ട, എല്ലാവരും പൊറോട്ട തന്നെ, പൊറോട്ട ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല വേറെ കാര്യം. അപ്പോൾ നമ്മളിത് നമ്മളെ ഓരോ സ്ഥലത്തും ഓരോ ദിവസം ഓരോരോ സ്ഥലത്താണ് പണി. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ചായവത്തെ പണിയെടുക്കുന്നത്. അപ്പോൾ ചായത്തേക്ക് നമ്മൾ ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്, സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പണിയെടുക്കുന്ന സ്ഥലം പാലത്തടുത്താണ് കേട്ടോ. ആ കോളേജിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് അവിടെ ഒരു ക്രഷറുണ്ട്. ആ ക്രഷറിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ക്രഷറിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കീഴിലാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. അപ്പോൾ പണി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന സ്പേസർ കണ്ട, അത് സിംഗിൾ ഉണ്ടാവും, 3 പീസ് ഉണ്ടാവും. അപ്പോൾ അത് ഈ കാണുന്ന ലൈൻ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തമ്മിൽ വെക്കുന്നൊരു, അത് കൂട്ടിമുട്ടാക്കാൻ വെക്കുന്ന സാധനമാണ് സ്പേസർ. അപ്പോൾ അത് വെക്കുന്ന പണിയാണ് കേട്ടോ നമ്മളിരുന്ന്. അപ്പോൾ ഒരുപാട് ലോറി പോകുന്നുണ്ട്, ലോഡ് എടുത്തിട്ട് പുറത്തേക്ക് ഒരുപാട് ലോറി പോകുന്നുണ്ട്, കസ്റ്റമർ ലോഡ് എടുത്തിട്ട്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ പണിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. നമുക്കാദ്യം കൊണ്ടുവന്ന ഏണി അണിക്കണം. ഏണി ഇല്ലാണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഏണി അണിക്കണം, വണ്ടി ഏണി അഴിച്ചിട്ട് നമുക്ക് പണി തുടങ്ങാം. വേണ്ട അവിടെ നിരക്കാം. എവിടുന്ന് ഈ 4 എടുത്തിട്ട് ഞാൻ ഞങ്ങൾ ഇട് നോക്കുന്നുണ്ടോ? കാണുന്ന പോലെ അല്ല കേട്ടോ, ഈ എനിക്ക് ഒരു നല്ല വെയിറ്റുണ്ട്, നല്ല വെയിറ്റുണ്ട്. അത് കഷ്ടപ്പെട്ടാണ് പൊന്തിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ പണിക്ക്. ഈ ഏണി പിടിച്ച് പൊക്കിക്കൊണ്ട് ഒരു ദിവസം ഫുള്ള് പണിയെടുക്കുക പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്. ഇത് 3 ഫേസിലേക്ക് ലൈൻ വെക്കുന്ന സ്പേസറാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെക്കേണ്ടത് 3 ഫേസിനാണ്. നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത് ആ കാടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് വെക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം, എന്നാലേ അതിൻ്റെ മുകളിലേക്ക് ഇത് വെക്കാൻ പറ്റൂ, സ്പേസർ വെക്കാൻ പറ്റൂ. അപ്പോൾ എന്താ വെച്ചാൽ കാടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കുപ്പിച്ചിലുണ്ടാവും, ഒരുപാട് കുപ്പിച്ചിലുണ്ടാവും ചിലപ്പോൾ എന്തായാലും കടന്നല്ല അതുപോലത്തെ സാധനം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ഒരു ചെക്കൻ്റെ കണ്ണിന് കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഏണി അതിൻ്റെ ഉള്ളിൽ കാണാം. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ ഏണി പൊക്കി കാടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുക. ആ ജൈവിക ഏണി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലുണ്ടാവും, അതിൽ നമ്മൾ കഷ്ടപ്പെട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഏണിക്ക് അത്ര വെയിറ്റും ഉണ്ട്. നോക്കാൻ വിട്ടാ മുകളിൽ ലൈൻ വിട്ടുണ്ടപ്പോൾ മുള്ളു നോക്കണേ. നോക്കണം കാലം വേണം. കാണുന്നുണ്ട്.
ഇതില്ലേ നോക്കണം. മച്ചു ഒരു ദിവസം ഒരുപാട് ദൂരം സഞ്ചരിക്കണം ഈ ഏണി പൊക്കിക്കൊണ്ട്. ഏണി പൊക്കിയുള്ള യാത്ര പറഞ്ഞാൽ അത് കാണുന്നത്ര ഈസി അല്ല. വെയിലും അതിനനുസരിച്ച് ഭയങ്കര വെയിലായിരിക്കും. വെയിലും കൊള്ളണം, ഇത് പൊക്കണം. അതിന് ഒടുക്കത്തെ വെയിറ്റാണ് സാധനത്തിന്, ഏണിക്ക്. അതും പൊക്കി നടക്കണം. പണി ഇന്ന് കൃഷ്ണൻ്റെ സൈഡിലായതുകൊണ്ട് അവിടെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു, പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവരെ പണി നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഈ ഏണിയും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. എന്താ പറയൽ, ഇന്ന് സത്യം പറഞ്ഞാൽ ഭാഗ്യമാണ്. അധികം ഇടങ്ങാറില്ലാത്ത സ്ഥലത്താണ് ഇന്ന് പണിയുണ്ടായത്. അല്ലെങ്കിൽ കുറേ മരവും റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലും കുന്നിൻ്റെ ഇടയിലാണ് പണിയുണ്ടായത്. ഇന്ന് കുറച്ച് സിമ്പിളായിരുന്നു ഈ ഏണി പൊക്കിക്കൊണ്ട് പോകാൻ തന്നെ. വണ്ടി നോക്കണേ. വൈഡാങ്കിൾ
ഒരു പറഞ്ഞാൽ മുകളിൽ കയറുന്ന അവനെ സമ്മതിക്കണം. കാരണം വെച്ചാൽ ഞങ്ങളെ 3 ആളെ ബലത്തിൽ അവനാ മുകളിൽ കയറി നിൽക്കുന്നത്. ചില സ്ഥലത്ത് പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു ഏണീൻ്റെ 4 കാലും കുത്താൻ 4 കാലിൽ 2 കാലം, അപ്പോൾ അതിൽ 2 കാലും കുത്താൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതിൽ ആ ഒരു സ്ഥലത്തും അവൻ ഞങ്ങളെ ധൈര്യം വെച്ച് അതിൻ്റെ മുകളിൽ കയറും. ഈ ഞങ്ങളെ 3 ആളെ ധൈര്യത്തിൽ അവനാ മുകളിൽ നിൽക്കുന്നത്. വേറെ കാര്യം കാരണം വെച്ചാൽ അത്ര എന്താ പറയുക, അത്രയ്ക്ക് റിസ്ക് ഉണ്ട്. ഓൻ നമ്മളെ ധൈര്യത്തിലാണ് ഈ മുകളിൽ കയറി നിൽക്കുന്നത്. അതിൽ നീ വണ്ടി എടുത്തിട്ട് വന്നാല് നീ വണ്ടി എടുത്തിട്ടോ വരുമോ? അടോക്ക് അടോക്ക് അടോക്ക്. പോട് പോട് പോ. ഈ കാണുന്ന സിംഗിളിൽ നമ്മൾ ഇട്ട് തീർത്താണ്. അങ്ങോട്ടേക്ക് 7 സ്പാൻ 8 സ്പാനായിട്ടുണ്ടായി. അത് നമ്മൾ ഇട്ട് തീർത്തു. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ല പണിയെടുക്കാൻ പറ്റുന്നല്ലേ. അപ്പോൾ ഈ സ്ഥലത്ത് ഒരുപാട് വീട് കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് ആൾക്കാരെ അധികം കാണാനില്ല. എന്താ പറഞ്ഞോടാ, വെയിലത്ത് പണിയെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ദാഹമായിരിക്കും, ഭയങ്കര ചൂടാണ്. രാവിലെ നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴക്കാറ് പോയി ഇപ്പോൾ ഭയങ്കര വെയിലായി. പൊരി വെയിൽ എന്നാൽ പൊരി വെയിൽ. അപ്പോൾ ദാഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഓരോ വീട്ടിൽ നിന്നും പോയി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കും. തണുത്ത വെള്ളം ചൂടുവെള്ളം എല്ലാം കുടിച്ച് ഈ ചൂടത്ത് ഇതേ വഴിയില്ല. അങ്ങനെ ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കാൻ വന്നത് ചായം ബസാറാണ്. ചായം ബസാറിൽ ഈ കാണുന്ന ഹോട്ടലിൽ നമ്മൾ ചോറ് കഴിക്കൽ. ഈ പൊരിയുന്ന വെയിലത്ത് ഏണിയും പൊക്കണം, പിന്നെ ഏണി പൊക്കി നടക്കണം, പിന്നെ വീഡിയോ എടുക്കണം. അത് രണ്ടും തമ്മിൽ നടക്കുക. ആക്ച്വലി പണിയെടുക്കാൻ നമ്മൾക്ക് 4 ആളേ. അതിൽ എല്ലാവരും പണിയെടുക്കാനല്ല വന്നത്. അപ്പോൾ ഞാൻ മാത്രമാണ് ഫോൺ തുറക്കുന്നത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏണിയും വെയിലും, ഒടുക്കത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. അപ്പോൾ ഏണിയെല്ലാം വണ്ടിയിൽ തിരിച്ച് കിട്ടി. അപ്പോൾ സമയം ആയി പോകാൻ, വീട്ടിൽ പോകുന്ന സമയമായി. അപ്പോൾ ഇന്ന് ഏകദേശം 10-250 ഇട്ടു. ഉച്ചയ്ക്ക് വീടെടുക്കാൻ പറ്റും. ഭയങ്കര വെയിലാണ്. വെയിലും ഏണി പൊക്കിക്കൊണ്ട് നടക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയല്ലേ വീഡിയോ. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണാം.